ഹലോ എവരി വൺ. ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വെച്ചു. കുറച്ച് നാളായില്ലേ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. പക്ഷേ എന്നത്തെയും പോലെ ഇതും കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. സമയം കിട്ടാത്തതുകൊണ്ടും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനോ ഒന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുതിയ ചാനലായതുകൊണ്ട് ടൈം ഇല്ലയെന്നും പറഞ്ഞ് ഒന്നും ഇടാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ള വ്യൂസും കൂടെ പോകും. പച്ച പിടിക്കുന്നവരെ ഡെയിലി എന്തെങ്കിലും ഇടണം. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ലോങ് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം. ഈ വീഡിയോയിലോട്ട് വരുമ്പോൾ ഇത് ഞാനൊരു സൺഡേ എടുത്തതാണ്. രാവിലെ 8 ആയപ്പോഴത്തേക്ക് അലാം വെച്ച് എണീറ്റു. എന്നിട്ട് പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് കിച്ചണിലോട്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിന് മുന്നേ രാത്രിയിൽ കഴുകി ഉണക്കാൻ വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് കിച്ചണിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി. എന്നിട്ട് വാട്ടർ ബോട്ടിൽസ് എല്ലാം ഫില്ല് ചെയ്യാൻ വെച്ചു. അങ്ങനെ വാട്ടർ ബോട്ടിൽസ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച്. ഇന്ന് രാവിലെ അത്ര വിശപ്പൊന്നും ഇല്ല. എന്നാൽ പിന്നെ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. സൺഡേ അല്ലേ, ലോഗിൻ ചെയ്യേണ്ട ടെൻഷനില്ല. അങ്ങനെയൊക്കെ ആലോചിച്ച് ബോട്ടിലെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ ഒറ്റ അടയ്ക്കൽ. ദേ കിടക്കും താഴെ. ആവേശം കുറച്ച് കൂടിപ്പോയി. അടച്ച അടയ്ക്കലിന് ഫ്രിഡ്ജിന് മുകളിലിരുന്ന ഭരണി താഴോട്ട് പോയി. ഞാൻ സമയോചിതമായിട്ട് ക്യാച്ച് ചെയ്യാൻ നോക്കി. പക്ഷേ അടപ്പ് എങ്ങനെയോ തുറന്ന് താഴോട്ട് പോയി. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ബോൾ അടർന്നു പോയി. എൻ്റെ ഉലൂസിന് ഗിഫ്റ്റ് കിട്ടിയ സാധനമായിരുന്നു. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാതിരിക്കുമെന്ന് തോന്നുന്നു. ഇനി ആൾ വന്ന് ഉടനെ കുറ്റസമ്മതം നടത്തണം. ഞാൻ എവിടെ എന്തെങ്കിലും നശിപ്പിച്ചെങ്കിൽ അത് ഉലു കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ ഏറ്റുപറയാറുണ്ട്. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. പിന്നെ ഇതുവരെ വലിയ മുടിപ്പീരൊന്നും നടന്നിട്ടില്ല. രണ്ടുപേരും ഒരുപോലെ ചെറിയ ചെറിയ നശിപ്പീരും മാത്രമൊക്കെ ആയതുകൊണ്ട് കണക്കങ്ങ് ടാലിയായി പൊക്കോളും. എന്താണെങ്കിലും സാധനം പൊട്ടി. അതിൻ്റെ വിഷമത്തിൽ ഇച്ചിരി ചായ ഇട്ട് കുടിക്കാമെന്ന് വെച്ചു. അപ്പോഴേക്കും ഉലു വന്നു. സാധനം പൊട്ടിച്ച കാര്യമൊക്കെ അറിയിച്ചു. പറഞ്ഞ പോലെ ഞാൻ തന്നെ ഏറ്റു പറഞ്ഞതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാനില്ലല്ലോ. പിന്നെ ചായയും കടിയും കൊടുത്തു. ആ പ്രശ്നം ഞാനങ്ങ് സോൾവ് ആക്കി തീർത്തു. കുറച്ച് നേരം ചായ കുടിയും ടി വി കാണലും വർത്താനം പറയലൊക്കെ ആയിട്ട് സമയം കളഞ്ഞു. എന്നിട്ടൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, ബ്രെഡ് ഓംലേറ്റ് ആണ്. രാവിലെ ഒരു ചെറിയ ചായ കുടി പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാറുണ്ട്, ദോശ ഇഡ്ഡലി അപ്പമൊന്നും അല്ലാതെ ഇതൊക്കെ കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന്. ഇതൊക്കെ കഴിച്ചാലും വിശപ്പ് മാറും. പിന്നെ ഇതൊന്നും തീരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും അല്ല കേട്ടോ. വീട്ടിൽ നിന്ന് മാറി നിന്ന് തുടങ്ങിയപ്പോൾ മുതലാണ് ഞാൻ ബ്രെഡ് ഓംലേറ്റും സാൻഡ്വിച്ചും ഓട്സും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത്. സിറ്റുവേഷൻ അനുസരിച്ച് ലൈഫിൽ വന്ന ഓരോ മാറ്റങ്ങൾ. രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ പെട്ടെന്നുണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഐറ്റംസാണ് ഞാൻ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഓഫീസിലോട്ട് പോകുന്നതിന് മുന്നേ കിച്ചണിലൊരു യുദ്ധം എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആലോചിക്കും, ഇന്ന് സൺഡേ അല്ലേ, ഓഫീസില്ലല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന്. കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ താല്പര്യം കൂടെ നോക്കണമല്ലോ. ചുമ്മാ വാചകം അടിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഓംലേറ്റാന്നൊക്കെ പറയുമ്പോൾ അയ്യേ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അതുകൊണ്ടൊരു ചെറിയ മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഞങ്ങൾ ഇവിടെ ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കൂടുതലും ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറുള്ളത്. സമയത്തിൻ്റെ പ്രശ്നമാണ് മെയിൻ. ഇപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. പക്ഷേ 9 മണിയാകുമ്പോൾ എനിക്ക് ലോഗിൻ ചെയ്യണം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കണം. ലഞ്ചിനുള്ളത് തന്നെയാണ് വൈകിട്ട് ഡിന്നറിനും എടുക്കാറുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള ഐറ്റംസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതാണ് കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നിവിടെ ബ്രെഡ് ഓംലേറ്റ് ആണ്. കൂടുതൽ ഡെക്കറേഷൻ വർക്കൊന്നും ഇല്ലാതെ 3-4 മുട്ടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയല്ല കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ഉടച്ചെടുത്തു. എന്നിട്ട് അത് പാലിലോട്ടൊഴിച്ച് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് കൊടുത്തു. ബ്രെഡിൽ ഇച്ചിരി സാൻഡ്വിച്ച് ബ്രെഡും തേച്ച് കുറച്ച് തക്കാളിയും സവോളയും സ്ലൈസ് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ടത് നടുവേ മടക്കി എടുത്താൽ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി പരിപാടിയല്ലേ. ഇടിപിടിയിൽ 2 പേർക്കുള്ള സാധനം റെഡിയായി. ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പുറത്തേക്ക് പോകാനുള്ള പ്ലാനും ഇല്ല. തീറ്റയും കുടിയും ഉറക്കുകയൊക്കെയാണ് ഇന്നത്തെ ആകെ മൊത്തം പരിപാടി. അപ്പോൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റും ടി വി കാണലൊക്കെ ആയിട്ട് ഞങ്ങളൊരു 11:30 വരെ അവിടെ ഇരുന്നെന്ന് തോന്നുന്നു. ഉലുവിന് ഇന്ന് രാവിലെ കുറച്ച് വർക്കുണ്ടായിരുന്നു. ആളത് കഴിഞ്ഞിട്ട് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉലു കുറച്ച് നേരം കിടന്നുറങ്ങി. ആ ഗ്യാപ്പിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ അല്ലറ ചില്ലറ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയ ബിസിനസ്സിനെ പറ്റി. ഷോർട്സിലാണെന്ന് തോന്നുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ ചെറുത് കുഞ്ഞു ബിസിനസ്. അതിൻ്റെ കുറച്ച് വർക്കും കുറച്ച് റിസർച്ചസും കോൾസും ഒക്കെ ആയിട്ട് എൻ്റെ സമയം പോയി. പിന്നെ എനിക്ക് ഉച്ച ഉറക്കം വലിയ താല്പര്യമില്ലാത്ത കാര്യമോ വേറൊന്നും കൊണ്ടല്ല. ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാൽ നൈറ്റ് ഉറക്കം വരത്തില്ല. അല്ലാതെ ഉറങ്ങാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഞാനൊരു 1:30 വരെ ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്നെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ടൈം പാസിന് ഹൽവയുണ്ട്. കഴിഞ്ഞ തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്. എനിക്ക് സ്വീറ്റ്സിനോടൊരു പ്രത്യേക താല്പര്യമുള്ള ആളായതുകൊണ്ട് കയറി ഇറങ്ങി അത് ഞാൻ തന്നെ കഴിച്ചു തീർക്കും. ഉലൂസാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. സ്വീറ്റ്സൊക്കെ ഇഷ്ടമാണെങ്കിലും എന്നെപ്പോലെ ആക്രാന്തത്തോടെ കഴിക്കില്ല. ഒരു ലിമിറ്റൊക്കെ ഉണ്ട്.
എന്നാൽ എനിക്ക് സ്വീറ്റ്സ് വേണ്ടെന്ന് വെച്ചാൽ കഴിക്കാതിരിക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ അത്രയ്ക്കങ്ങ് സ്ട്രിക്റ്റ് ആകാത്തതുകൊണ്ടാണ്. ഇടയ്ക്ക് കുറച്ച് നാൾ കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്തായിരുന്നു. പക്ഷേ എവിടുന്നോ ആരോ എന്തോ തന്നപ്പോൾ, ഐ മീൻ സ്വീറ്റ്സ് ആയിട്ട് എന്തോ തന്നപ്പോൾ കഴിച്ചുപോയി. വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വീണ്ടും പഴയ പോലെയായി. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് കട്ട് ചെയ്യാതെ പതുക്കെ പതുക്കെ കുറയ്ക്കാൻ നോക്കിയാൽ പറ്റാത്ത കാര്യമൊന്നുമല്ല. ബൈ ദ വേ ഈ വീഡിയോ കുറച്ച് പഴയതാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ടൈമിൽ വെച്ച് ഇന്ന് ഞാൻ വളരെ കുറച്ച് ഷുഗറായി ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ലാപ്ടോപ്പൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കിച്ചണിലോട്ട് പോയി. ലഞ്ച് ടൈം ആയല്ലോ. നേരത്തെ കഴുകി ഉണങ്ങാൻ വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു റൂട്ടീനാണ് ഞാനിന്ന് ഫോളോ ചെയ്യുന്നത്. സാധാരണ വർക്കിംഗ് ഡേ ആണെങ്കിൽ ഈ ടൈമിൽ 3 നേരത്തേക്കുള്ള ഫുഡും റെഡിയാണ്. ഓരോ സമയം കുക്ക് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് കിച്ചണിൽ ഒരുപാട് ടൈം ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എല്ലാം ഒരുമിച്ച് റെഡിയാക്കിയാൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകാമല്ലോ. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഇരിക്കാമല്ലോ. സാറ്റർഡേ സൺഡേ ഒക്കെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അത്യാവശ്യം എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് പോകുന്നതല്ലേ നല്ലത്. എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു. എന്താണേലും ലഞ്ച് പരിപാടി തുടങ്ങി. ഇന്ന് കടലക്കറിയാണ്. കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കണം. എന്ന് വെച്ചാൽ ഇന്ന് മാത്രമല്ല, ഇന്നലെ മുതൽ മടി സ്റ്റാർട്ട് ചെയ്തെന്നർത്ഥം. അല്ലെങ്കിൽ ഇന്നത്തേക്ക് വേണ്ട കുക്കിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാറുള്ളതാണ്. രാവിലെ എണീറ്റ് ജസ്റ്റ് കുക്കിംഗ് മാത്രമേ കാണൂ. ഇതിപ്പോൾ എന്തേലും ഉണ്ടാക്കണമെങ്കിൽ കട്ടിങ് ചോപ്പിങ് മുതൽ എല്ലാം ചെയ്യണം. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. ടൈം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നില്ല, അലസതയായി. അതുകൊണ്ട് എന്തായി, ഇപ്പോൾ ആദ്യം മുതൽ എല്ലാം ചെയ്യണം. കടല കഴുകി കുക്കറിൽ വേകാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് വേണ്ട സവോളയെല്ലാം അരിഞ്ഞു വെച്ചു. കറിവേപ്പില ഇന്നലെ മേടിച്ച് വെച്ചതാണ്. മടിയായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കവറിൽ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റി വെച്ചില്ല. അതുകൊണ്ട് ആ പണി ഇപ്പം ചെയ്യണം. പിന്നെ ഇന്നെന്തോ ഒരു നേരത്തും കറക്റ്റായിട്ട് വിശപ്പ് വരുന്നില്ല. അപ്പോൾ പിന്നെ പതുക്കെയായി കാര്യങ്ങളൊക്കെ. കറിവേപ്പില ഇങ്ങനെ ഉരിഞ്ഞ് പാത്രത്തിലാക്കി എടുത്ത് വെക്കാറാണ് പതിവ്. അല്ലാതെ വെക്കുമ്പോൾ എന്തോ കരിഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ടെന്നല്ല, കരിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ മാറ്റി അടച്ച് വെക്കുമ്പോൾ കരിച്ചിൽ കുറച്ച് കുറവുള്ള പോലെ തോന്നും. ഒരുവിധം കറിവേപ്പില പരിപാടിയൊക്കെ തീർത്തിട്ട് കടലക്കറിയിലേക്ക് വേണ്ട കുറച്ച് കറിവേപ്പില മാറ്റി വെച്ച് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കുറച്ചല്ല, ഒരു തക്കാളിയും കൂടെ വേണം. അത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഭാഗ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കിയതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അതും കൂടി ചെയ്യേണ്ടി വന്നേനെ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ മുഹൂർത്തത്തിൽ ഓരോന്ന് ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ എൻ്റെ തെറ്റായതുകൊണ്ട് മിണ്ടാതെ നിന്ന് ചെയ്തു. അരിയലും പിടിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കടല കുക്കറിൽ നിന്ന് ഇറക്കാൻ ടൈമായി. ഇനി പരിപാടിയെല്ലാം പെട്ടെന്ന് കഴിയും. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിടണം. കറിവേപ്പില ഇടണം കേട്ടോ. ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇടാം. പേസ്റ്റ് ആയതുകൊണ്ട് ഇത് ഏകദേശം ഒന്ന് വഴന്നു വന്ന് കഴിയുമ്പോഴാണ് ഞാൻ ചേർക്കാറുള്ളത്. അടി പിടിക്കാതിരിക്കും. അതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ ചേർക്കുന്നില്ല. സവാള നന്നായിട്ട് വഴന്നു വരട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡിയായിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി അത് മാറ്റി വെക്കണം. നമ്മുടെ നാട്ടിലെ അരിയല്ല, പെട്ടെന്ന് റെഡിയാകുന്ന വൈറ്റ് റൈസാണ് ഇവിടെ ഞങ്ങൾ മേടിക്കാറുള്ളത്. ചെന്നൈയിലായിരുന്നപ്പോൾ തൊട്ട് വൈറ്റ് റൈസ് യൂസ് ചെയ്ത് ഇപ്പം വൈറ്റ് റൈസ് കഴിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ലാതായിട്ടുണ്ട്. ഉണ്ടാക്കാനും എളുപ്പമാണ്. അങ്ങനെ ചോറ് റെഡിയായി. സവാളയെല്ലാം വഴന്നു വന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് പാത്രം കഴുകൽ പരിപാടിയൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ സവോളയും പച്ചമുളകും ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ അത് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശ്രദ്ധിച്ച്. അപ്പോൾ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും ഇന്നലെ മേടിച്ച് കവറിൽ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റഫ് ചെയ്തേക്കുമായിരുന്നു. എന്താണേലും മെനക്കേടായി. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് ഞെട്ടൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാമെന്ന് വെച്ചു. കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ദിവസമായിപ്പോയി. ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോയി. നല്ലൊരു സൺഡേ ആയിട്ട് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു. മുളകിൻ്റെ ഞെട്ടുപൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഓർത്തെ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അത് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അതിപ്പോൾ പുറത്തെടുത്ത് വെച്ചാൽ കടലക്കറി റെഡി ആകുമ്പോഴത്തേക്കും അതിൻ്റെ തണുപ്പൊക്കെ മാറി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് കടലക്കറിക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കണം. മസാല റെഡിയാക്കുകയെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നോടം വരെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് ആ തക്കാളി നന്നായിട്ട് വെന്ത് അതിലെ വെള്ളം എല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വരുമല്ലേ, ആ പരുവം വരുമ്പോഴത്തേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് അത് നന്നായിട്ട് തിളയ്ക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിച്ച് കടല വേവണമെങ്കിൽ കുറച്ചും കൂടെ വേവിച്ച് അത്രേ ഉള്ളൂ, കറി റെഡി. ഇപ്പോൾ പറഞ്ഞ റെസിപ്പിയാണ് എൻ്റെ ഒട്ടുമിക്ക കറിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചിക്കൻ കറി, മുട്ടക്കറി, തക്കാളിക്കറി, ഇപ്പോൾ പറഞ്ഞ കടലക്കറി, അങ്ങനെ പല പല കറികൾ മെയിൻ ഇൻഗ്രീഡിയൻസ് മാത്രം മാറ്റി
ഉണ്ടാക്കിയെടുക്കുക. സ്മാർട്ടല്ലേ? ആരും ചോദിച്ചാൽ എന്നും വെറൈറ്റി കറിയാണ്. അപ്പോൾ കടലക്കറിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. നശിപ്പിച്ചെന്നല്ല, അതിനി ഒരു സൈഡിലിരുന്ന് തന്നെ റെഡി ആയിക്കോളും. അതവിടെ ഇരുന്ന് റെഡിയാകട്ടെ. ആ ഗ്യാപ്പിൽ നമുക്ക് കുക്കറൊന്ന് കഴുകി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. കഴുകാനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് കടലക്കറി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ, അടി പിടിക്കാതിരിക്കാൻ. അതിന് അടി പിടിക്കത്തൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും അടി പിടിച്ചാലോ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലോട്ട് കയറ്റിയത്. അതുകൊണ്ട് ഇനി കുറച്ച് മാത്രം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഉച്ചയ്ക്ക് കടലക്കറി ഉണ്ടാക്കിയപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തീർന്നുപോയി. ഇനിയിപ്പോൾ അതും ഉണ്ടാക്കണം. തക്കാലം എനിക്ക് ഗാർലിക് പേസ്റ്റൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല. ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ചതച്ചെടുക്കാം. അങ്ങനെ ജിഞ്ചർ ഗാർലിക്ക് ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അതിനുള്ള ക്ഷമയൊന്നും ഇല്ലെന്ന്. ജസ്റ്റ് മാരിനേറ്റ് ചെയ്തു. എന്നിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്യാൻ കയറ്റി. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലിട്ട് കൊടുത്തു. ഇന്നെന്തോ അറിയില്ല, തീരുമ്പോൾ പണി വരുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ അതേ ഇരിക്കുന്നു പുതിനയില. അതും ചുമ്മാ ഫ്രിഡ്ജിലോട്ട് തള്ളിയേക്കുമായിരുന്നു. നാളെ മൺഡേ അല്ലേ, നാളത്തേക്ക് ഒരു പണിയും മാറ്റി വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് തന്നെ ഫ്രിഡ്ജൊന്ന് ഒതുക്കിയേക്കാമെന്ന് കരുതി. ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യാൻ കയറ്റിയത് റെഡിയായി. അത് മാറ്റി വെച്ചിട്ട് രണ്ടാമത് ബാക്കിയിരുന്ന എല്ലാ പീസസും കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ആക്കാൻ കയറ്റുവാണ്. അതവിടെ ഇരുന്ന് റെഡിയാകട്ടെ. ഇവിടെ നശിച്ചു പോകുന്ന 2 ഐറ്റംസാണ് മല്ലിയിലയും പുതിനയിലയും. മല്ലിയില എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഉലൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പുതിനയില എനിക്ക് പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതെങ്ങനെ എടുത്തു വെച്ചാലും പെട്ടെന്ന് ചീഞ്ഞു പോകും. എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്ന് ഒരു ഐഡിയയില്ല. എന്നാൽ കുറച്ചായിട്ട് മേടിക്കാമെന്ന് വെച്ചാൽ ഒരു കെട്ടായിട്ടേ കിട്ടത്തുള്ളൂ. ഞങ്ങൾ 2 പേരും കൂടി ഒരു മല്ലിയില കെട്ടൊക്കെ എങ്ങനെ തീർക്കാനാണ്? എന്നെ പിന്നെ കണക്കിപ്പെടുത്താനേ പറ്റില്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ മാക്സിമം അത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കും. ഉലൂസ് കിച്ചണിൽ കയറുമ്പോഴാണ് എല്ലാ കറിയിലും ഒരു മല്ലിയിലയുടെ ബഹളം വരുന്നത്. എന്താണേലും ഞാനിന്ന് ലീഫ് സെപ്പറേറ്റ് ആക്കി ഒരു കുപ്പിയിലിട്ട് വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്കും ഉലൂസ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു. സമയം ഒരു 2:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്താണേലും ആൾ എണീറ്റ് വന്ന് എനിക്ക് പുതിനയിലയൊക്കെ ഇട്ടൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കി തന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നെന്ന്. അതും കുടിച്ചുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ പുതിനയില നന്നായിട്ട് ക്ലീനാക്കി എന്നിട്ടൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോഴത്തേക്കും ചിക്കൻ രണ്ടാമത് നമ്മൾ ഫ്രൈ ആക്കാൻ ഇട്ടില്ലായിരുന്നു, അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്നത്തെ ദിവസം ഇപ്പോഴാണ് കുറച്ച് വിശപ്പ് വരുന്നത്. അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ചെയ്തല്ലോ. ഒരുവിധം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു. ലഞ്ചെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ലേറ്റായെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ് കാണും. വീണ്ടും ഫുഡ്, ടി വി കാണൽ, വാചകമടി, വേറെ ഒരു പരിപാടിയിലിരുന്ന്. ഇരിക്കുന്നത് സോഫ കം ബെഡിൻ്റെ പോർഷനിലാണ്. ഒരു പ്രാവശ്യം വെള്ളം മറിഞ്ഞ് അതിൻ്റെ താഴെ വെച്ചിരുന്ന സ്റ്റോറേജിലെല്ലാം വീണ് ഒരുവിധം എല്ലാ സാധനങ്ങളും നനഞ്ഞു. അതോടുകൂടി അവിടെ നിന്നുള്ള കഴിപ്പ് നിർത്തി. പക്ഷേ ഇനി വരുന്ന 2-3 വീഡിയോസിലും അവിടെ ഇരുന്ന് കഴിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഉലൂനെ ഒരു ഫ്രണ്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ വീണ്ടും ലാപ്ടോപ്പുമായിട്ട് ബാക്കി പരിപാടി ചെയ്യാനിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇൻഡോർ പ്ലാന്റ്സ്. അതിനൊക്കെ കുറച്ച് വെള്ളം കൊടുത്തു. ഒരു 5:30 ആയപ്പോഴത്തേക്കും കുളിച്ച് റെഡി ആയേക്കെന്ന് വിചാരിച്ചു. വെളിയിലോട്ടൊന്ന് പോകാൻ പ്ലാനുണ്ടേ, ചുമ്മാ ഇരിക്കുകയല്ലേ, ഒന്ന് നടക്കാൻ പോകാമെന്ന് വെച്ചു. ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് സോഫയൊക്കെ ക്ലീനാക്കി. എന്നിട്ട് നീരാട്ടിനുള്ള പരിപാടി പറഞ്ഞു. സൺഡേ ബാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണല്ലോ. എല്ലാവരുടെയും കാര്യം അറിയില്ല, പക്ഷേ എൻ്റെ കാര്യമാണേ. കുളിച്ച് റെഡിയായി വന്ന് വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആൾ ഇതുവരെ വന്നിട്ടില്ല. കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ക്ഷമ നശിച്ച് ഞാൻ വിളിച്ചു നോക്കി. എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയാൽ ഞാനങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്താറില്ല. പക്ഷേ ഇന്ന് ബോറടിച്ചൊരു പരുവായി. ബോറടി മാറ്റാൻ വേണ്ടി വീണ്ടും ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉലു താഴേന്ന് വിളിച്ചു, താഴോട്ട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞിട്ട്. ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ സമയം ഒരു 7-7:30 ആകാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. ഒത്തിരി ദൂരോട്ടൊന്നുമല്ല പോകുന്നത്. ഇവിടെ അടുത്തൊരു ഗാർഡൻ ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ. രാവിലെ 5 മണി മുതൽ 9 വരെയും ഈവനിങ് 6 to 9 അതാണ് അതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ടൈം. ആൾക്കാരൊക്കെ നടക്കാനും എക്സസൈസ് ചെയ്യാനും ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് അവിടെ വരും. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. എപ്പോൾ ചെന്നാലും ഒരുവിധം നല്ല തിരക്ക് കാണും. അപ്പോൾ ഞങ്ങളും അങ്ങോട്ടാണ് പോകുന്നത്. ഗാർഡൻ ക്ലോസ് ചെയ്യുന്നതിന് ആ ഗാർഡ് വന്ന് വിസിലടിക്കുമല്ലോ, ആ സമയം വരെ നമ്മൾ അവിടെ ഇരുന്നു. എന്നിട്ട് പതുക്കെ വീട്ടിലോട്ട് പോന്നു.
വീട്ടിൽ വന്നു, ഡിന്നർ കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടിലോട്ട് വിളിച്ചു. കിച്ചൺ ക്ലീൻ ചെയ്തു. കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു.